ഇത് വളരെ അഗ്രസീവായ രണ്ട് വ്യക്തികളുടെ കഥയാണ്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ലെന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ ഒന്ന് കിട്ടിയാൽ അതിന്റെ ഇരട്ടി തിരിച്ചു കൊടുക്കാൻ കെൽപ്പുള്ള രണ്ടുപേർ. വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ ജനിച്ചു വളർന്നവരാണവർ. കളിക്കുന്നതും വ്യത്യസ്ത ടീമുകൾക്കായി. പക്ഷേ അവരെ ഒരു തട്ടിൽ നിർത്തുന്ന ഒരു കാര്യമുണ്ട്: വാശി. ആ വാശി ഒരു പോയിന്റിൽ പ്രതികാരമായി മാറി. അതുകൊണ്ട് മാത്രം നമുക്ക് കിട്ടിയ ഒരു എപ്പിക്കായിരുന്നു ഈ ചിത്രം. ലോർഡ്സിലെ ഗാംഗുലിയുടെ ഈ ക്ലാസിക് സെലിബ്രേഷനും അതിന് കാരണമായ ഫ്ലിൻഡോഫിന്റെ അഗ്രഷനും എല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇന്ത്യൻ ക്യാപ്റ്റനായിരുന്ന സൗരവ് ഗാംഗുലിയും ഇംഗ്ലീഷ് ഓൾറൗണ്ടർ ആൻഡ്രൂ ഫ്ലിൻഡോഫും തമ്മിലുള്ള ഈ പ്രശ്നം തുടങ്ങുന്നത് എവിടെ നിന്നായിരുന്നു? യെസ്, ലോർഡ്സ് ബാൽക്കണിയിൽ ടീഷർട്ട് വലിച്ചൂരി ദാദ കാഴ്ചവെച്ച ആ സെലിബ്രേഷന്റെയും ഈ റൈവൽറിയുടെയും എല്ലാം തുടക്കം വെറുമൊരു ഡിന്നർ കാരണമാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതും ആ കഥയാണ്. ദ സ്റ്റോറി ബിഹൈൻഡ് ദ ക്ലാസിക് ലോർഡ്സ് സെലിബ്രേഷൻ. വർഷം 2001. ഇംഗ്ലണ്ട് കൗണ്ടി ചാമ്പ്യൻഷിപ്പിന്റെ ഓപ്പണിംഗ് സെറിമണി നടക്കുകയാണ്. കൗണ്ടിയുടെ ഭാഗമാകുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ട്രഡീഷന്റെ ഭാഗമാണ്. വളരെ ഫോർമലായി അണിഞ്ഞൊരുങ്ങി ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ഗ്രാൻഡ് ഫംഗ്ഷൻ. പക്ഷേ അക്കൊല്ലം കൗണ്ടി കളിക്കാനെത്തിയ ആൻഡ്രൂ എന്ന ഇംഗ്ലീഷ് താരത്തിന് ആ വേഷവിധാനങ്ങളും ആംബിയൻസും ഒന്നും അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല. താൻ വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങളെ അപേക്ഷിച്ചു നോക്കുമ്പോൾ അവനത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നുമില്ല. പക്ഷേ അതൊന്നും അവൻ പുറത്തു കാണിച്ചില്ല. അവൻ പ്രതിനിധീകരിക്കുന്ന ലങ്കഷയർ ക്രിക്കറ്റ് ക്ലബിലെ സഹതാരങ്ങൾക്കൊപ്പം എല്ലാവരെയും പോലെ വളരെ ട്രഡീഷണലായി തന്നെ അവനും അവിടെ നിന്നു. അപ്പോഴാണ് അവൻ ഹാളിന്റെ എൻട്രൻസിലേക്ക് നോക്കുന്നത്. ഒരാൾ ഒട്ടും ട്രഡീഷണൽ അല്ലാത്ത വേഷത്തിൽ, കൃത്യമായി പറഞ്ഞാൽ ഒരു ടീഷർട്ടും ട്രാക്ക് സ്യൂട്ടും ഇട്ട് അവിടേക്ക് കടന്നു വരുന്നു. അവിടെ കൂടിയിരിക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്കും അത് തങ്ങളെ ഷെയിം ചെയ്യുന്നതായാണ് അനുഭവപ്പെട്ടത്. അപ്പോൾ അവിടേക്ക് കടന്നു വന്ന അയാളെ എല്ലാവരും പുച്ഛത്തോടെ നോക്കി. പക്ഷേ അവിടേക്ക് കടന്നു വന്ന അയാൾ അതിനെയൊന്നും വകവെച്ചില്ല. അയാൾക്ക് അത് നോർമലായിരുന്നു. അതായിരുന്നു അയാളുടെ ശീലം. തന്റെ തനത് ശൈലിയിൽ മറ്റൊന്നിനെയും കൂസാതെ കടന്നു വന്ന ആ വ്യക്തി ഒരു ലങ്കഷയർ താരമായിരുന്നു. അവിടെ കൂടി നിന്ന് പുച്ഛിച്ചവർക്ക് അറിയില്ലായിരുന്നു സ്വന്തം മണ്ണിൽ അയാൾക്ക് മഹാരാജ് എന്നൊരു വിളിപ്പേര് കൂടി ഉണ്ടായിരുന്നു എന്ന്. അക്കാലത്ത് അയാളെ ഇന്ത്യൻ ടീം ക്യാപ്റ്റനായി പുതുതായി നിയമിച്ചിരുന്നു. അയാളുടെ പേര് സൗരവ് ഗാംഗുലി. എനിക്ക് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഉണ്ട് എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ഗ്രൗണ്ടിൽ ഞാൻ വളരെ അഗ്രസീവായ ഒരു വ്യക്തിയാണ്. എന്നാൽ പുറത്ത് അങ്ങനെയല്ല. എനിക്ക് എൻ്റെതായ സ്പേസിൽ ആരോടും മിണ്ടാതെ ഒറ്റയ്ക്കിരിക്കാനാണ് ഇഷ്ടം, പ്രത്യേകിച്ച് എതിരെ നിൽക്കുന്നയാളെ ഇഷ്ടമല്ലെങ്കിൽ. സൗരവ് ഗാംഗുലി ഒരിക്കൽ പറഞ്ഞ വാക്കുകളാണിത്. ഈ ക്യാരക്ടർ കുറച്ചൊന്നുമല്ല ദാദയ്ക്ക് ചീത്തപ്പേര് കേൾപ്പിച്ചിരിക്കുന്നത്. കരിയറിന്റെ തുടക്കത്തിൽ തന്നെ അഹങ്കാരി എന്ന പേര് വീണതാണ്. പിന്നീട് അത് മാഞ്ഞു പോയിരുന്നില്ല. ഈ ഇമേജും കൊണ്ട് തന്നെയാണ് ഗാംഗുലി കൗണ്ടി ക്രിക്കറ്റ് കളിക്കാൻ എത്തുന്നതും. നേരത്തെ ചാർത്തപ്പെട്ട പേരും ടീം ബോണ്ടിംഗ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാത്തതും ഉയരുന്ന റൂമറുകളുമെല്ലാം ഗാംഗുലിയെ ടീംമേറ്റ്സിന്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ നിന്നും പുറത്താക്കി. അതിന്റെ പരിണിത ഫലവും ഉടനെ തന്നെ വന്നെത്തി. ഒരു മത്സരത്തിൽ ലങ്കഷയറിന് വേണ്ടി അദ്ദേഹം ഒരു ഹാഫ് സെഞ്ചുറി തികച്ചപ്പോൾ ഒരു ടീംമേറ്റ് പോലും അദ്ദേഹത്തെ അപ്ലോഡ് ചെയ്തില്ല, കൺഗ്രാജുലേറ്റ് ചെയ്തില്ല. ആ സമയത്താണ് അദ്ദേഹം ഒരു വിവാദപരമായ പരാമർശം നടത്തുന്നത്. എന്റെ റൺസുകളെല്ലാം ഞാൻ ഇവിടെ വേസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അതെവിടെയാണോ വേണ്ടത് അവിടെ ഞാൻ ഉപയോഗിക്കും എന്ന്. അത് കൗണ്ടി ക്രിക്കറ്റിനെ അധിക്ഷേപിക്കുന്നതിന് തുല്യമായാണ് എല്ലാവരും കണക്കാക്കിയത്. ഇക്കാര്യങ്ങളെല്ലാം ചെറുപ്പം മുതൽ ഇംഗ്ലണ്ടിന്റെ തെരുവുകളിൽ വളർന്ന കൗണ്ടി ക്രിക്കറ്റിനെ അത്രമേൽ സ്നേഹിച്ചിരുന്ന ആ ലങ്കഷയർ യുവതാരം കണ്ടും കേട്ടും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആൻഡ്രൂ. അതെ, ആൻഡ്രൂ ഫ്രെഡി ഫ്ലിൻടോഫ്. പക്ഷേ ഇത് ക്രിക്കറ്റാണ്. വ്യക്തിവൈരാഗ്യത്തിന് ഇവിടെ സ്ഥാനമില്ല. കളി കഴിഞ്ഞ് താരങ്ങൾ പിരിയുമ്പോൾ ആ അധ്യായം അവിടെ അവസാനിക്കും. അപ്പോഴൊന്നും ആർക്കും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആ ഡിന്നർ സംഭവിക്കുന്നത്. ിൽ കെനിയിൽ വെച്ച് നടക്കുന്ന ചാമ്പ്യൻസ് കപ്പ് ടൂർണമെന്റിലെ ടോപ്പ് റൺ സ്കോററായ ഇന്ത്യൻ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലി കളിക്കളത്തിനകത്ത് ഫോറുകളും സിക്സറുകളും പറത്തി തന്റെ ടീമിനെ ഫൈനലിലേക്ക് എത്തിക്കുന്നു. എന്നാൽ മറുഭാഗത്ത് കളിക്കളത്തിന് പുറത്ത് അദ്ദേഹത്തിന് ഒരു പുതിയ സുഹൃത്തിനെ ലഭിക്കുന്നു, ആൻഡ്രൂ ഫ്ലിൻടോഫ്, തന്റെ പഴയ ലങ്കഷയർ സഹതാരം. ഫ്രെഡിക്ക് ഇന്ത്യൻ ഭക്ഷണങ്ങളോട് വലിയ ഇഷ്ടമായിരുന്നു. അതിനാൽ അവിടെയുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റിൽ ഇരുവരും ചില ദിവസങ്ങളിൽ ഡിന്നർ കഴിക്കാനെത്തും. കുറച്ചു നേരം സമാധാനമായി ക്രിക്കറ്റിന്റെ പ്രഷറെല്ലാം മാറ്റിവെച്ച് സ്പെൻഡ് ചെയ്യും. അങ്ങനെയൊരു ഡിന്നർ ദിവസം ഫ്ലിൻടോഫും ഗാംഗുലിയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അവിടേക്ക് അപ്രതീക്ഷിതമായി ഒരാൾ കടന്നു വരുന്നു. ഇന്ത്യൻ സ്പിൻ ലെജൻഡ് വെങ്കട്ട് രാഘവൻ. അദ്ദേഹം
ഈയിടെ തുടങ്ങിയ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിലെ സ്പിൻ കോച്ചായി ജോയിൻ ചെയ്തിരുന്നു. ഗാംഗുലി എന്ന ക്യാപ്റ്റൻ എന്നും യുവതാരങ്ങൾക്ക് വലിയ എക്സ്പോഷർ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് വെങ്കട്രാഘവനെ കണ്ടതും ഡിന്നർ കഴിക്കുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് ദാദ അദ്ദേഹത്തിനടുത്തേക്ക് പോയി. അവരുടെ കോൺവെർസേഷൻ 10 അല്ലെങ്കിൽ 15 മിനിറ്റ് നീണ്ടു കാണും. വെങ്കട്രാഘവനുമായുള്ള കോൺവെർസേഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കോപാകുലനായിരിക്കുന്ന ഫ്ലിൻടോഫിനെയാണ് ഗാംഗുലി കണ്ടത്. അത്രയും നേരം തന്നെ അവിടെ ഒറ്റയ്ക്കിരുത്തിയത് ഒരു ഇൻസൾട്ടായാണ് ഫ്ലിൻടോഫിന് തോന്നിയത്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ, ഇത്രയും ചെറിയ കാര്യത്തെ വലുതാക്കുന്നത് എന്തിനാണ് എന്ന്? ശരിയാണ്, ഇതത്ര വലുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അത് വലുതാകാൻ കാരണം പ്രതിഭാഗത്ത് സൗരവ് ഗാംഗുലി എന്ന ഇന്ത്യൻ ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രമാണ്. മുൻകാലങ്ങളിൽ അയാൾ ക്രിക്കറ്റ് ലോകത്തുണ്ടാക്കിയ ഇമേജ്, കൗണ്ടിയെ അദ്ദേഹം തള്ളിപ്പറഞ്ഞത്, ഇംഗ്ലീഷ് താരങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനുള്ള അവമതിപ്പ്, ഇതെല്ലാം അവിടെ വർക്കാവുകയായിരുന്നു. ഈ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് ഫ്ലിൻടോഫ് തന്റെ ഓട്ടോബയോഗ്രഫിയിൽ പറയുന്നത്, ഞാൻ അവിടെ ഒരു സ്പെയർ പാർട്ട് പോലെ വെറുതെ ഇരുന്നു എന്നായിരുന്നു. ഇതിനും തന്റെ മനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്ന വാശിക്കുമെല്ലാം ഫ്ലിൻടോഫിന് പകരം തീർക്കണമായിരുന്നു. അതിന് കൃത്യമായൊരു അവസരം വേണമായിരുന്നു. വൈകിയില്ല, ആ അവസരം അയാളെ തേടിയെത്തി. 2001 ഇംഗ്ലണ്ട് ടൂർ ഓഫ് ഇന്ത്യ. സീരീസ് തുടങ്ങും മുമ്പ് ഫ്ലിൻടോഫ് മൊത്തത്തിൽ തന്നെ ഒന്ന് മിനുക്കി പണിഞ്ഞിരുന്നു. അയാൾ തന്റെ ബൗളിംഗ് ആക്ഷനിൽ മാറ്റം വരുത്തി. ബോഡി ലാംഗ്വേജിലും ആറ്റിറ്റ്യൂഡിലുമെല്ലാം വല്ലാത്ത അഗ്രഷൻ, സ്ലഡ്ജിങ്ങിന്റെ ആൾരൂപം, ആകമൊത്തം എന്തൊക്കെയോ മനസ്സിൽ കണ്ട് പറഞ്ഞുറപ്പിച്ചതുപോലെ. മറുവശത്ത് സൗരവ് ഗാംഗുലി ആകട്ടെ തന്റെ മികച്ച ഫോം തുടരാനുള്ള തയ്യാറെടുപ്പിലും. സീരീസിന്റെ തുടക്കം മുതൽ ഇന്ത്യ ടൂർണമെന്റിൽ ആധിപത്യം പുലർത്തിയിരുന്നു. ആദ്യത്തെ 4 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 3-1 എന്ന നിലയിൽ ഇന്ത്യ മുന്നിൽ. ഇനി ബാക്കിയുള്ളത് 2-2 മത്സരങ്ങൾ. വളരെ അനായാസം ജയിക്കാമായിരുന്നു ഇന്ത്യക്ക് 5-ാം മത്സരത്തിൽ. പക്ഷേ അവസാനം കൊണ്ട് കലമുടച്ച് സ്വയം തോൽവി ഏറ്റുവാങ്ങി. ഇനിയുള്ളത് 6-ാം ഊഴമാണ്. ജയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഇംഗ്ലണ്ട് ഒട്ടും വിട്ടുകൊടുക്കില്ല എന്ന മനോഭാവത്തിൽ ഉറച്ച ഇന്ത്യ. വാങ്കഡയിൽ തീ പാറും പോര്. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 50 ഓവറിൽ ഉയർത്തിയത് 255 റൺസ്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയുടെ ചേസ് വളരെ കംഫർട്ടബിളായി മുന്നോട്ട് പോവുകയായിരുന്നു. നായകൻ സൗരവ് ഗാംഗുലി മുന്നിൽ നിന്ന് നയിക്കുന്നു. 5 വിക്കറ്റ് ശേഷിക്കെ അവസാന 60 പന്തുകളിൽ നിന്ന് 50 റൺസ് മാത്രം മതിയായിരുന്ന പോയിന്റിൽ ഇന്ത്യ പതറാൻ തുടങ്ങി. ഒടുക്കം ഒരു ഓവറിൽ 2 വിക്കറ്റ് മാത്രം ശേഷിക്കെ 11 റൺസ് വേണമെന്ന നിലയിലേക്ക് ഇന്ത്യ എത്തി. വാങ്കഡെ നെഞ്ചടക്കി പിടിച്ചാണ് ആ അവസാന ഓവറിനെ നോക്കിക്കണ്ടത്. ബൗൾ ചെയ്യാൻ വന്നതാകട്ടെ ആൻഡ്രൂ ഫ്രെഡി ഫ്ലിൻടോഫ്. ആദ്യത്തെ 3 പന്തുകളിൽ നിന്നും 5 റൺസ്. ഇന്ത്യൻ ആരാധകർക്ക് പ്രതീക്ഷ വർദ്ധിച്ചു. ഡഗൌട്ടിൽ ഏവരും ആവേശം കൊണ്ട് എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു, ഒരാൾ ഒഴികെ. ടെൻഷൻ അടിച്ച് ബാറ്റിംഗ് എൻഡിൽ മാത്രം കണ്ണുകൾ കൂർപ്പിച്ച് നഖം കടിച്ച് സൗരവ് ഗാംഗുലി എന്ന യുവ ഇന്ത്യൻ നായകൻ അവിടെയിരുന്നു. അടുത്ത പന്തിൽ തന്നെ അനിൽ കുംബ്ലെ റണ്ണൌട്ടായി. അതിനടുത്ത പന്ത് ജവഗൽ ശ്രീനാഥിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പെർഫെക്റ്റ് യോക്കർ. ഇന്ത്യ തോറ്റു. സീരീസ് ഇംഗ്ലണ്ട് ലെവൽ ചെയ്തു 3-3. അതിന്റെ ആഘോഷം എന്നോണം ഫ്ലിൻടോഫ് തന്റെ ടീഷർട്ട് ഊരി ഇന്ത്യൻ ആരാധകർക്ക് മുന്നിൽ താണ്ഡവമാടി. ഇത് കാണാനാകാതെയായിരിക്കാം ഇന്ത്യൻ നായകൻ സൗരവ് ഗാംഗുലി ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു. പ്രസന്റേഷൻ സെറമണിയിലും അദ്ദേഹം വന്നത് നിറഞ്ഞ കണ്ണുകളോടെ, ഒന്നും സംസാരിക്കാൻ സാധിക്കാത്ത ഒരു മാനസികാവസ്ഥയുമായിട്ടായിരുന്നു. കാരണം മഹാരാജ് എന്ന വിളിപ്പേരുള്ള അയാളുടെ ജനങ്ങൾക്ക് മുന്നിൽ അപമാനിക്കപ്പെട്ടിരിക്കുന്നു, പരാജിതനായിരിക്കുന്നു. അത് അയാൾക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറത്തായിരുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്ന, ടീംമേറ്റ് ആയിരുന്ന ഫ്രെഡി എന്ന ഫ്ലിൻടോഫിന്റെ വാശിയുടെ മുന്നിൽ അയാൾക്ക് തല താഴ്ത്തേണ്ടി വന്നിരിക്കുന്നു. അതൊരിക്കലും സൗരവ് ഗാംഗുലി എന്ന ദാദയ്ക്ക് താങ്ങാൻ സാധിക്കുന്നതായിരുന്നില്ല. അതിനയാൾക്ക് പകരം ചെയ്തേ മതിയാകൂ. അതിനയാൾക്ക് കാത്തിരിക്കേണ്ടി വന്നത് വെറും 6 മാസം മാത്രമായിരുന്നു. വാങ്കഡയിൽ ഫ്ലിൻടോഫ് വിളയാടിയെങ്കിൽ അതിന് മറുപടി എന്നോണം ലോകം കണ്ടത് ലോർഡ്സ് ബാൽക്കണിയിൽ സൗരവ് ഗാംഗുലിയുടെ തിരുവിളയാടലായിരുന്നു. ദി എപ്പിക് ഹീറോയിക് റിവെഞ്ച്.